ഹായ്, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ട് വീഡിയോസൊക്കെ വന്നിട്ട് നാട്ടിൽ നിന്ന് ഇവിടെ തിരിച്ചെത്തി. പിന്നെ കണ്ടിന്യൂസ് അങ്ങനെ വീഡിയോ ഒന്നും നമ്മുടെ ചാനലിലൊന്നും വരില്ല. എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ തോന്നുന്ന സമയത്താണ് വീഡിയോ ഇടുക. ഓക്കെ, അപ്പോൾ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം കുറച്ചായിട്ട് റോങ് ഇൻഫർമേഷൻ, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഇങ്ങനെ സ്പ്രെഡാണ് കണ്ടിട്ടുണ്ട്. അപ്പം നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ആളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മാങ്ങയാണ് കുൽഫി മാംഗോ, അതുപോലെ സീഷി മാംഗോ. കുൽഫി മാംഗോ അങ്ങനെ തന്നെ പറയുന്നത്, കുൽഫി ഐസ്ക്രീമിൻ്റെ ടേസ്റ്റാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് പല വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ല. ഇത് നമ്മൾ ആരും എതിർക്കാനോ വേണ്ടി, എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ, എന്താണ് ഗ്യൂഫി അല്ലെങ്കിൽ എന്താണ് സീഷി എന്നൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പറയാം. ഇതിൻ്റെ ടേസ്റ്റ് പ്രൊഫൈൽ എന്താണെന്നൊക്കെ. പിന്നെ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ അല്ലെങ്കിൽ നല്ല വിദേശ മാങ്ങളെ കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ, എല്ലാവരും യൂട്യൂബും ഫേസ്ബുക്കും ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പം ഫേസ്ബുക്കിൽ പോയി കഴിഞ്ഞിട്ട് വേൾഡ് മാംഗോ ബുക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡോക്ടർ അർപ്പൻ മന്ന മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ചാനലുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു യൂട്യൂബ് ചാനലും ഉണ്ട്, വേൾഡ് മാംഗോ ബുക്ക്. അതിൽ പല മാങ്ങയെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ, പലതിനും അതിൻ്റെയൊക്കെ ഉത്ഭവ സ്ഥാനത്ത് പോയിട്ട് അതിനെ കണ്ടെത്തിയിട്ട് എങ്ങനെയാണ് ഇത്, ഏതെന്നാണ് ഇതൊക്കെ വന്നിട്ടുള്ളത്, എന്താണ് ഇതിൻ്റെ പേരിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ പലപ്പോഴും റെഫറൻസ് ആയിട്ട് എടുക്കുന്ന മാങ്ങ, അല്ലാതെ ബ്ലണ്ടായിട്ട് ഇത് കുൽഫി മാങ്ങേൻ്റെ കുൽഫിയുടെ ടേസ്റ്റാന്ന് പറയുന്ന അതൊന്നുമില്ല. അപ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് അങ്ങനെ പഠിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് റെഫർ ചെയ്യാൻ പറ്റുന്ന ചാനലാണ്. ഞാൻ എൻ്റെ ലിങ്ക് ആണ് എൻ്റെ ഫസ്റ്റ് കമൻറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. ഫേസ്ബുക്കിൻ്റെ യൂട്യൂബിൻ്റെ വേൾഡ് മാംഗോ ബുക്ക്, അതിൽ നിങ്ങൾക്ക് പോയിട്ട് സെർച്ച് ചെയ്താൽ ഒരുവിധ വിദേശ മാങ്ങകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്ത ആദ്യം പറയാം ഗ്യൂഫി മാംഗോ, അങ്ങനെ പറയാം. കുൽഫി അല്ല, ഗ്യൂഫി മാംഗോ. എന്താണ് ഗൂഫി അല്ലെങ്കിൽ എന്താണ് സീഷി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചൈനീസ് പുരാണങ്ങളിലെ അതിൽ നമ്മുടെ രംഭ, മേനക, തിലോത്തമ എന്നൊക്കെ പറയുന്ന പോലെ അവർക്ക് ഒരു 4 ഇതുപോലെ സുന്ദരിമാരുണ്ട്. ആൻഷ്യൻ ചൈനീസ് ഹിസ്റ്ററിയിലുള്ള 4 സുന്ദരിമാരിൽ 2 പേരാണ് ഗ്യൂഫി, അതുപോലെ തന്നെ സീഷി. മനസ്സിലായോ? അപ്പോൾ ഈ മാങ്ങളുടെ സൗന്ദര്യം കൊണ്ട് ഇട്ട പേരാണ് ഗ്യൂഫി, അതുപോലെ തന്നെ സീഷി എന്നൊക്കെ പറയും. സീഷി മാംഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ ഗ്യൂഫി മാംഗോയും അതുപോലെ തൂ മാംഗോയും, ഇത് രണ്ടിൻ്റെ കൂടി ഒരു ഹൈബ്രിഡിൻ്റെ പേരാണ് ആക്ച്വലി സീഷി. അതിന് മുൻപ് എന്താ ബൈലിയോ വൺ അങ്ങനെ എന്തുകൊണ്ട് പേരിട്ടുണ്ടായിരുന്നത്, അതിനുശേഷമാണ് അതിനെ സീഷി എന്നുള്ള പേരിലേക്ക് മാറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഗ്യൂഫി, ഇതെല്ലാം ആക്ച്വലി തായ്വാൻ വെറൈറ്റികളാണ്. ഈ ഭാഷ ഇതെല്ലാം, ഈ പേരെല്ലാം ചൈനീസ് പേരാണ്. നമ്മുടെ ഈ ഹോങ്ലോങ്, ഹോങ് സിയാങ് ഇതൊക്കെ വരുന്നതൊക്കെ മാൻഡ്രിൻ ചൈനീസ് ഭാഷയിലുള്ള പേരുകളാണ് ഇതൊക്കെ. അപ്പം ഇതിനൊന്നും കുൽഫി ഐസ്ക്രീമായിട്ടോ ഐസായിട്ടോ ഒന്നും ബന്ധമില്ല. ഇന്ന് സീഷി ഞാൻ കഴിച്ചിട്ടുണ്ട്, ഗ്യൂഫി കഴിക്കാനുള്ള ഭാഗ്യം ഇതുവരെ കിട്ടിയിട്ടില്ല. ഗൂഫിക്കുള്ള മറ്റു പേരുകൾ ഏതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഗ്യൂഫി, ഹോങ് ഗൂഫി എന്ന് പറയും, റെഡ് ഗോൾഡ് ഡ്രാഗൺ അല്ലെങ്കിൽ ഗോൾഡൻ റെഡ് ഡ്രാഗൺ, ഗോൾഡൻ ഫിനിക്സ് മാംഗോ, അങ്ങനെ പല പേരുകളും ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ ഒരേ മാങ്ങത്തിന് 2 പേര് വരുന്നുണ്ട്, അതും കൂടി പറയാം. നമ്മളെ വെസ്റ്റ് ബംഗാളിൽ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് കായ് ഫിറാർത്തി എന്നിട്ടൊരു മാങ്ങ ഉണ്ട്. കായ് ഫിറാർത്തി എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബംഗാളിൽ അവൈലബിൾ ആയിട്ടുള്ള മാങ്ങ ഗ്യൂഫി തന്നെയാണ്. അപ്പോൾ ഗ്യൂഫിയുള്ള ആളുകൾ ആരും വെസ്റ്റ് ബംഗാളിൽ നിന്ന് വരുന്ന കായ് ഫിറാർത്തി മേടിച്ച് വെക്കേണ്ട ആവശ്യമില്ല. എന്നാൽ കായ് ഫിറാർത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി തായ്ലൻഡിൽ അതിനെ തൗനിയോ ടൊമാഗോ എന്നുള്ള എഗ് ഓഫ് സൺ ഉണ്ടല്ലോ, ഇർവിൻ, അതിൻ്റെ പേരാണ് തായ്ലൻഡിൽ. ഇപ്പോൾ തായ്ലൻഡിൽ നിങ്ങളാരും പോയിട്ട് ഇത് മറ്റേ കായ് ഫിറാർത്തി മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക അവിടെ ഇർവിൻ മാംഗോ ആണ്. നിങ്ങൾ വെസ്റ്റ് ബംഗാളിൽ നിന്ന് അല്ലെങ്കിൽ കൊൽക്കത്തയിൽ നിന്ന് നിങ്ങൾ കായ് ഫിറാർത്തി മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടുന്ന് കൊണ്ടുവന്ന് വിൽക്കുന്ന ഏതെങ്കിലും മാവ് കേരളത്തിൽ നിന്ന് മേടിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കിട്ടുക ഗ്യൂഫിയാണ്. ഓക്കെ, ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ അർപ്പൻ്റെ ചാനലിൽ റീസെൻ്റ്ലി അർപ്പൻ ഗ്യൂഫിനെ കുറിച്ചിട്ട് അതിൻ്റെ റിവ്യൂ TSSഉം ടേസ്റ്റും ഒക്കെ ഉള്ള ഇത് ചെന്നിട്ടുണ്ട്. ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ ഗ്യൂഫി സീഷിയുടെ ഒക്കെ പിക്ചർ ഇതിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പം അതാണ് ഗ്യൂഫി മാംഗോ. ഓക്കെ, ഈ ഗ്യൂഫി മാംഗോയുടെ തൂ മാംഗോ ആയിട്ട് മറ്റേ ഹൈബ്രിഡൈസ് ചെയ്തുണ്ടാക്കിയിട്ടുള്ള മാങ്ങയാണ് സീഷി. നമ്മൾ ഈ അടുത്ത് കഴിച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത തായ്വാൻ വെറൈറ്റി അല്ലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ വെറൈറ്റി വരെ നമ്മളിങ്ങനെ പറഞ്ഞ് തായ്ലൻഡ് എല്ലാം തായ്ലൻഡേ വരുള്ളൂ വായിൽ. അപ്പം സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ വെറൈറ്റിയിൽ ഒരു അത്യാവശ്യം വെക്കാൻ പറ്റിയൊരു മാങ്ങയാണ് സീഷി. ഗൂഫി ഞാൻ കഴിച്ചിട്ടില്ല, രണ്ടും നല്ല കാഴ്ച ഭംഗിയാണ്. ഫോട്ടോസ് ഞാനിതിൽ ആഡ് ചെയ്ത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അപ്പം ബേസിക്കലി ഇത് ഐസ്ക്രീമും ഐസും ഒന്നായിട്ടൊരു ബന്ധമില്ല. ചൈനീസ് പുരാണങ്ങളിലെ 2 സുന്ദരികളുടെ പേര് സുന്ദരമായ മാങ്ങയ്ക്ക് അല്ല സുന്ദരിയായിട്ടുള്ള മാങ്ങയ്ക്ക് ഇട്ടു.
മനസ്സിലായി. അതുപോലെ ഈ ഹോങ്ങിൽ തുടങ്ങുന്നത് ഇപ്പോൾ ഇതൊക്കെ തായ്വാൻ പേരുകളാണ്. നമ്മുടെ ഹോങ് ലോങ്, ഹോങ് സിയാങ്യ, ഇതുപോലെ തന്നെ ഇപ്പം ഗൂഫി, അതുപോലെ സീഷിയെ പലപ്പോഴും ബംഗ്ലാദേശിലൊക്കെ അതിനെ 11 ഷായ് എന്നാണ് വിളിക്കുന്നത്. 11 ഷായ് എന്ന് പറഞ്ഞാൽ XI എന്നുള്ളതിനെ റോമൻ ലെറ്ററിൽ അവർ ഗൂഫി എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾക്ക് ഇതൊക്കെ വേണം വെരിഫൈ ചെയ്യാൻ. ഗൂഗിളിൽ പോയിട്ട് യാങ് ഗൂഫി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കിട്ടും. വിക്കിപീഡിയയിലെ ആക്ച്വലി ഫോട്ടോസ് അല്ല വരച്ചിട്ടുള്ള പുരാണങ്ങളിലെ മറ്റേ CCയുടെയും അതുപോലെ ഗൂഫിയുടെയും പിക്ചറൊക്കെ കിട്ടും. അപ്പം ആരും ഇതിനെ കുൽഫി മാങ്ങയുടെ ടേസ്റ്റ് ഒന്നും പ്രതീക്ഷിച്ചിട്ട് പോയിട്ട് അതിന് പിന്നാലെ പോകാതിരിക്കുക. കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ള ഡീസൻറ്റ് മാങ്ങകളാണ്, മാങ്ങ കുറ്റൊന്നും പറയാനില്ല. പക്ഷേ ചിലരൊക്കെ ഇത് കണ്ടിട്ട് ഈ ഒരു ടേസ്റ്റ് ആണെന്നൊക്കെ പ്രതീക്ഷിച്ച് ചിലപ്പോൾ അതിൻ്റെ പിന്നാലെ, അതുപോലെ തന്നെ കഴിയുന്നതും റോങ് ഇൻഫർമേഷനൊന്നും ആരും കൊടുക്കാതിരിക്കുക. പറ്റുന്നത് ഞാൻ പറയില്ലേ, ഇത് ഒരറിവും ചെറുതല്ല. ഇത്തരം ഞാൻ പറയില്ലേ എല്ലാവർക്കും പഠിക്കാൻ പറ്റും. വേൾഡ് മാംഗോ ബുക്കോ അതിലൊക്കെ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഇന്ന് എല്ലാവർക്കും ഇൻഫർമേഷൻ വിരൽത്തുമ്പിലല്ലേ, ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനൊക്കെ കിട്ടൂലേ. അപ്പം ഇത്തരം തെറ്റിദ്ധാരണകൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആളുകൾ തെറ്റിദ്ധരിക്കും. രണ്ടാമത് തെറ്റാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുമ്പോൾ പറയുന്ന ആളുകളുടെയൊക്കെ ഒരു വാല്യൂ താഴെ പോകും. അപ്പം കഴിയുന്നതും ഇതിനെക്കുറിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. എന്താണ് ഗൂഫി എന്നൊക്കെ ഇത് പഠിച്ച് ഇതിനൊരു പാഷൻ ഉണ്ടായതുകൊണ്ട് ഇതിന് പിന്നാലെ പോയി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാനിതൊരു ഡിഗ്രി ഉണ്ടോ അത് ചെയ്തിട്ടൊന്നല്ല. നമ്മളിതുപോലെ റെഫർ ചെയ്തിട്ട് തന്നെ നമ്മളെക്കാട്ടി അറിയുള്ള ആൾക്കാരോട് ഇത് ചോദിച്ച് അറിഞ്ഞിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുക. അത് നിങ്ങൾക്കും ചെയ്യുക. അതിനുള്ള റെഫറൻസ് ഞാൻ പറഞ്ഞു. അപ്പം എന്താണ് സീഷി, എന്താണ് ഗൂഫി എന്നൊക്കെ അറിഞ്ഞിട്ട് ഇതൊരിക്കലും കുൽഫിയോ അല്ലെങ്കിൽ 11 ഷായോ ഒന്നുമല്ല. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇതുവരെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആരെങ്കിലും ഉപകാരപ്പെടുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മിക്കവാറും ഞാൻ വീഡിയോസ് ചെയ്യാറ്. പിന്നെ പലപ്പോഴും പലരൊക്കെ എന്നെ ചോദിക്കുമ്പോൾ അവർക്ക് ഇത് വിട്ടുകൊടുക്കാനുള്ള റെഫറൻസ് ആയിട്ടാണ്. അല്ലാതെ അതൊരുപാട് ആളുകൾ കാണുന്നു, എല്ലാവരും മാറ്റാൻ പറ്റുന്നൊന്നും നമുക്കൊരു ധാരണയില്ല. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. ഗുഡ് ഡേ ഗൈസ്.